കൃഷ്ണേന്ദു 2-3 മാസം മുമ്പായിരുന്നു പിണറായി വിജയന്റെ വീട്ടിൽ ഇ റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ അവർക്കെതിരെ ആക്രമണം നടത്തിയത്. ഇന്ന് അതിലെ 9 പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് കൃഷ്ണേന്ദുവിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനിതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ ജാമ്യം കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിക്കളൊന്നും കാര്യമായിട്ടൊന്നും പരിക്കളൊന്നും പറ്റിയിട്ടില്ല, ഇതിലങ്ങനെ അകത്തിടേണ്ട വകുപ്പുകളൊന്നുമില്ല, അതിനു പാകത്തിനുള്ള തെറ്റുകളൊന്നുമില്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കോടതിയാണ് പരമോന്നത ഒരു തീരുമാനമെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം. കോടതി സംവിധാനങ്ങളെ നമ്മൾ മാനിക്കണം. ആ നിലയ്ക്ക് ഈ ഒരു വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, ഈ പറയുന്ന ED അന്വേഷണം നടക്കുന്ന സമയത്താണ് എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം? ഈ വീണ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും CMR-ലൊക്കെ ആയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ആ സമയത്ത്. എന്നാൽ UDF അധികാരത്തിലുണ്ട് താനും. ഈ സമയത്താണ് പിണറായി വിജയൻ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. ആ സമയത്ത് UDF അധികാരത്തിലുണ്ട് താനും. മുഖ്യമന്ത്രിയായിട്ട് പൂക്കി ചിരിയെല്ലാം കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് VD സതീശൻ വരുന്നത്. ഈ സമയത്താണ് ഈ ED ഉദ്യോഗസ്ഥർ അങ്ങ് അക്രമം എന്ന രീതിയിലേക്ക് പെട്ടെന്ന് അവിടേക്ക് എത്തുന്നത്, ഒരു സുപ്രഭാതത്തിലെത്തിയത്. ഇതിലൊരു മുന്നറിയിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വാർത്തകളൊക്കെ ED പെട്ടെന്ന് വരുന്നു, റെയ്ഡ് നടത്തുന്നു എന്ന വാർത്തകളൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഇങ്ങനത്തെ വാർത്തകൾ എപ്പോഴാണ് നടക്കുന്നത്? ഈ മോദിക്കെതിരെ BJPക്കെതിരെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ വീടിന് നേരെയും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ED റെയ്ഡ് NIA ഒക്കെ നടക്കാറുണ്ട്. പ്രബീർ പുർക്കായിസ്ത ന്യൂസ് ക്ലിക്കിൻ്റെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടിയൊക്കെ നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇങ്ങനെ മോദിക്കെതിരെ സംസാരിക്കുന്നവരെയൊക്കെ ED ഉപയോഗിച്ചുകൊണ്ടൊന്ന് പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതേ പാറ്റേണിലായിരുന്നു ഈ ഒരു വിഷയം ഉണ്ടായിരുന്നത്. ED പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. വീടിന് മുന്നിലേക്ക് ആ വിഷയം അറിഞ്ഞ് എത്തിയിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, അനുഭാവികളൊക്കെ തന്നെയാണ് അവിടെ തടിച്ചുകൂടിയത്. തങ്ങളുടെ നേതാവിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളത്, പാർട്ടി പ്രവർത്തകരത് നോക്കി നിൽക്കുക, എങ്ങനെയാണ് അവർക്കത് സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ കൃഷ്ണേന്ദുവിനോടൊരു ചോദ്യം ചോദിക്കാം. കൃഷ്ണേന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് സുപ്രഭാതത്തിൽ കയറി വന്നൊരു റെയ്ഡാണെന്ന്. അപ്പം നമുക്കറിയാം, റെയ്ഡെന്ന് പറയുന്നത് നേരത്തെ ഒന്നും പറഞ്ഞു കൂട്ടി വരേണ്ട കാര്യമല്ല. നമുക്കറിയാം അവർ തെളിവിന് അന്വേഷിച്ചാണ് റെയ്ഡ് നടത്തുന്നത്. അപ്പം അവർ പെട്ടെന്ന് കയറി വരുന്നു, അവരന്വേഷിക്കുന്നു, അവിടെ ആരെയും പിണറായി വിജയനെ ഒന്നും അവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതേപോലെ പിണറായി വിജയൻ ഒരു തെറ്റും അല്ലെങ്കിൽ വീണ വിജയൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടല്ല കയറി വന്നത്. എക്സാലോജിക്കിൽ സാമ്പത്തികമായി ക്രമക്കേട് നടത്തി എന്നതിൻ്റെ തെളിവുണ്ടായത് കൊണ്ടാണ് വന്നത്. അവർ വരുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു. അവർ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന്, ഒരു കേന്ദ്ര ഉദ്യോഗസ്ഥരാണ് അവർ വരുന്നത്. അവർ വരുന്നു, അവരുടെ ജോലി ചെയ്യുന്നു, അവർ തിരികെ പോകുന്നു. എന്തിന് ഇത്ര പ്രക്ഷോഭം അല്ലെങ്കിൽ ഇത്ര ഇത് കൊള്ളണം? ഇതാദ്യമായിട്ടല്ലല്ലോ ഒരു നേതാവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്. നമുക്കിതിനു മുമ്പ് ഒരുപാട് പേരുടെ വീട്ടിൽ ഇങ്ങനെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത ആക്രമണമായിരുന്നു നമ്മളിവിടെ കണ്ടിരുന്നത്. നമ്മൾ ബീഹാറിലൊരു പുറത്തോട്ടുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ നേതാവിൻ്റെ വീട്ടിൽ ഇങ്ങനെ റെയ്ഡ് നടത്തുമ്പോൾ ഒരുപാട് പേര് ആക്രമണം നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിൽ എങ്ങനെ ഒരു സംഭവം നടക്കുമ്പം നമ്മളത് ഒരു ഇതല്ലേ, അതായത് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥർ അവരവരുടെ ജോലി ചെയ്തു, അതിനെതിരെ ഇത്രയും ക്രോശിക്കാൻ അവർക്ക് മുദ്രാവാക്യം വിളിക്കായിരുന്നു, അവർക്ക് അവിടെ നിന്ന് പ്രതിഷേധിക്കായിരുന്നു. അതിലൊന്നും ആരും തെറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ആക്രമണം അഴിച്ചുവിട്ടെടുത്താണ് അവർ ചെയ്ത തെറ്റ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റും? അപ്പോൾ കൃഷ്ണേന്ദു പറഞ്ഞത് അതിനോട് എനിക്ക് അത്ര യോജിക്കാൻ സാധിക്കുന്നില്ല. ന്യായീകരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, ഇപ്പോൾ അവരുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവരത് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന വണ്ടി തല്ലിപ്പൊളിച്ചതിനോടൊന്നും ഞാൻ യോജിക്കുന്ന ഒരാളല്ല, അത് ഉറപ്പിച്ച് പറയാം. അത്തരത്തിൽ പ്രവർത്തികളോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അവിടെ തടിച്ചുകൂടിയ ജനം മുഴുവനും ഈ വാർത്ത കേട്ട് തങ്ങളുടെ നേതാവിൻ്റെ വീട്ടിന് മുന്നിലേക്ക് തടിച്ചുകൂടിയ ജനങ്ങളാണ്. അപ്പോൾ അവരവിടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അവർ തടിച്ചുകൂടുന്നു, കൂടുതൽ ജനങ്ങൾ വരുന്നു. ആ സ്ഥലത്തേക്ക് ഒരു വണ്ടി പോലും, വാഹനം പോലും കടക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, നമുക്കറിയാം, ദൃശ്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ആ രീതിയിലേക്ക് അത് തടിച്ചുകൂടിയ ഒരു സമയമായിരുന്നു. ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഈ മെയ് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മെയ് മാസത്തിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം
അമ്പേ പരാജയത്തിന് കാരണം പിണറായിയാണ് എന്ന് മുദ്ര കുത്തുന്ന സമയത്താണ് പിണറായിനെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി കണ്ടുകൊണ്ട് കുറെ പാർട്ടി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയത്. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ പല മാധ്യമ വാർത്തകളും ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നു പിണറായിയാണ് പരാജയത്തിന് കാരണം, പിണറായി ചെയ്തത് തെറ്റാണ്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയോ പാർട്ടി പ്രവർത്തകർ പിണറായിക്ക് വേണ്ടി അവിടെ രംഗത്തുണ്ടായിരുന്നു, ആ തെരുവിലുണ്ടായിരുന്നു. അപ്പോൾ ആകെ അദ്ദേഹം പരാജയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തായിരുന്നു പാർട്ടി പ്രവർത്തകർ ഒരു കവചം തീർത്തത്. അതില് അവരുടെ ആ സമയത്ത് ഇമോഷന്റെ ഒക്കെ പുറത്ത്, വൈകാരികമായ ഒരു സാഹചര്യത്തിന്റെ ഒക്കെ പുറത്ത് അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. അക്രമങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന വാഹനം തല്ലിപ്പൊളിക്കുക, വാഹനം എന്ന് പറയുന്നത് ഒരു പ്രവർത്തകന്റെ ആയിരുന്നു. അദ്ദേഹം ദിവസം വരുമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ആ വണ്ടി, അതുപോലും തല്ലിപ്പൊളിച്ചു. പക്ഷേ ഇത്രയും ഇത് പറയുന്ന ഈ CPM പ്രവർത്തകരാരും അവർക്ക് ആ വണ്ടിയുടെ ഇത് ശരിയാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു കോമ്പൻസേഷൻ നൽകാനോ തയ്യാറായില്ല. അതും ED തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്കതിനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ 9 പേർക്ക് ഇന്നലെ ED ഇതിന് ഹൈക്കോടതിയിൽ ഇതിനെതിരെ സംസാരിച്ചിരുന്നു. കാരണം ആക്രമണം പെട്ടെന്ന് കയറി വന്ന് അവരെ ആക്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. വധശ്രമം ഇപ്പം കൃഷ്ണേന്ദു മുമ്പേ പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു ഇതാണ് അവർക്ക് പ്രതിഷേധിക്കായിരുന്നു. പക്ഷെ ആ ഒരു ആക്രമണം അഴിച്ചു വിട്ടിടത്താണ് അവർ ചെയ്ത തെറ്റ്. അവർ നമ്മളന്ന് കണ്ടതാണ്, കല്ലെടുത്ത് അത് വധശ്രമം തന്നെയാണ്. അവരെ കൊല്ലാനുള്ള അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരോഗ്യ സമാധാനം പറഞ്ഞേനെ. അവര് ആ ഒരു കണ്ടിരുന്നതാണ്, വലിയ കല്ലെടുത്താണ് അവരറിയുന്നത്. അതിന്റെ വിശ്വാസം എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പം ഇപ്പോൾ അവർക്ക് ഇത് കിട്ടി, ജാമ്യം കിട്ടി. അത് നമുക്കറിയാം, വലിയ വക്കീലന്മാരായിരുന്നു അവർക്ക് വേണ്ടി വന്നിരുന്നത്. ഒക്കെ ജാമ്യം കിട്ടി. പക്ഷെ വലിയ വക്കീലന്മാരാണെന്ന് പറയുമ്പോഴും കോടതി വക്കീലന്മാരുടെ വലിപ്പം കണ്ടിട്ടാണോ? ശരി, വലിപ്പം ചെറുപ്പം അതൊന്നും നോക്കുന്നില്ല. പക്ഷെ ജാമ്യം കിട്ടിയത് നല്ല കാര്യം, നേതാക്കൾക്ക് നല്ല കാര്യം, നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അവിടെ നടന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവൃത്തിയായിരുന്നില്ല. ഞാൻ എന്തായാലും EDയുടെ ഭാഗത്താണ്. കാരണം ED പ്രവർത്തകർക്ക് നേരെ അവരവരുടെ ജോലി ചെയ്തു, അവരുടെ ജോലി കഴിഞ്ഞ് അവർ പോയേനെ, ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ വീണ വിജയനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഇപ്പൊ തെളിഞ്ഞ് വരികയാണ്. അപ്പം അവർ തെറ്റ് ചെയ്തു നേരത്തെ അവർ മനസ്സിലാക്കിയോണ്ടാണ് അവിടെ ഒരു റെയ്ഡ് നടന്നത്. അപ്പം അവര് പ്രതികരിക്കായിരുന്നു, അതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്രയും ആക്രമണം അഴിച്ചുവിട്ട പ്രതികരണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.